ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് മീഷോന്ന് ഒരു 16ന്റെ പണി കിട്ടിയിട്ടുണ്ട് ട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യൂ ട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. 200 റുപ്പീസിൻ്റെ താഴെയുള്ള 10 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോംബോ ഓഫറിൽ വാങ്ങിച്ചതാണ് ട്ടോ ഞാനിത്. പക്ഷെ എനിക്ക് മീഷോന്ന് കിട്ടിയ 8ന്റെ എന്നല്ല 16ന്റെ പണി ഇതാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കാരണം അത്രയും വേസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഇതായിരുന്നു. ഇതിൻ്റെ ഒരു ലേബലോ ഒന്നോ ഇതുമ്മലില്ല. ഇത് വന്നിട്ട് ഒരു ഫൗണ്ടേഷൻ പോലെയുള്ളൊരു ഒരു പൗഡർ. അങ്ങനെ പറയാം. ഒരു റോസ് പൗഡർ എന്നും പറയാം. അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ പോലെയുള്ളൊരു പൗഡർ. എൻ്റെ പൊന്നോ, ഞാനിത് തുറന്നു നോക്കിയപ്പോൾ നിങ്ങളോട് ഞാൻ പറയാം. ഇത് ഭയങ്കര ടൈറ്റും പിന്നെ അതിനകത്തൊരു സ്പഞ്ച് പോലെയുള്ളൊരു സാധനമൊക്കെ വരുന്നുണ്ട് ട്ടോ. എന്ത് കാണിച്ചിട്ട് അത് തുറക്കാൻ കിട്ടണ്ടേ? അവസാനം ഞാനത് എങ്ങനെയൊക്കെയോ തുറന്നു. അപ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പൗഡർ എന്ന് പറയുമ്പോൾ നല്ല നൈസായിട്ടുള്ളൊരു പൊടി പോലെ. അപ്പോൾ ഞാനത് ഓക്കെ അത് എങ്ങനെയൊക്കെ തുറന്നു. ഇനി ബാക്കി ഞാൻ ആ സ്പഞ്ച് എങ്ങനെയെങ്കിലും എടുക്കാൻ വിചാരിച്ചാണ്ട് ബാക്കിൽ കുറേ തട്ടിയൊക്കെ കൊടുത്തു ട്ടോ. പക്ഷെ എന്ത് ചെയ്തിട്ട് അത് വരണ്ടേ? എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് അത് എടുത്ത് എൻ്റെ മക്കളെ, ഈ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് നമ്മൾ മുഖത്തൊക്കെ വെച്ച് ഈ പൗഡർ ഇടുകയാണെങ്കിൽ നമ്മുടെ മുഖം അങ്ങോട്ട് നാശാവും. കാരണം ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഷൂസിൻ്റെ അടിയിലൊക്കെ വരുന്നൊരു സ്പഞ്ച് ഉണ്ടല്ലോ. നമ്മുടെ കുട്ടികളുടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂസിൻ്റെ അടിയിൽ ഒരു സ്പോഞ്ച് പോലൊരു സാധനമുണ്ട്, കുറച്ച് കട്ടിയായിട്ട്. അത് തന്നെ. ആ സാധനം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇവർ അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുക. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഈ പൗഡർ അപ്ലൈ ചെയ്യും? എനിക്കറിയാൻ പാടില്ല. എന്തായാലും വാങ്ങിച്ചില്ലേ, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് എടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് നോക്കി. അങ്ങനെ വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സാധാരണ പോലെയുള്ള ഒരു പൗഡറല്ല. ഇത് നമ്മുടെ ഈ അരിപ്പൊടി പോലെയൊക്കെ ഉള്ള എന്തോ ഒരു സാധനത്തിൽ ഇതുപോലത്തെ ഒരു കളർ മിക്സ് ചെയ്തിട്ട് അവർ കൊടുത്തയച്ചതാന്ന് തോന്നുന്നുണ്ട്. അത്രയും വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും വേസ്റ്റ് പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സെക്കൻഡ് വന്നിട്ട് ഇതുപോലത്തെ ഒരു ബ്ലെൻഡർ ആയിരുന്നു. കൂട്ടത്തിൽ എനിക്ക് കുറച്ച് മെച്ചം തോന്നിയത് ഈ ഒരു ബ്ലെൻഡർ തന്നെയാണ് കേട്ടോ. കാരണം കുറച്ചൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. പിന്നെ NC30 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോയ്സ്ചർ ക്രീമാണ് കേട്ടോ. ഈ ക്രീമും നല്ലതാവും എന്ന് വിചാരിച്ചിട്ട് ഇതും ഞാനങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ നോക്കി. ഇതും ഞാനൊന്ന് തുറന്ന് എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തു. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് ഇത് കയ്യിലിട്ടപ്പോൾ ആദ്യം വന്നത് ഒരു വൈറ്റ് ജെല്ലായിരുന്നു. പിന്നെ ഇത് ഒരു ക്രീം ടെക്സ്ചറായിട്ടൊരു ജെല്ല് പോലെ ഒരു ഇത് തന്നെ വന്നു. ഓക്കെ, കുഴപ്പമില്ലാന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി നോക്കി. ഇത് എന്ത് തരം ക്രീമാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തായാലും ഇത് മുഖത്തിടാൻ പറ്റില്ല. കയ്യിലിട്ടിട്ട് ഇങ്ങനെ, അപ്പോൾ മുഖത്തിട്ടിട്ട് എങ്ങനെയാവും? ഇത് വന്നിട്ട് ഒരു ഫിക്സർ ആയിരുന്നു കേട്ടോ. മേക്കപ്പ് ഫിക്സർ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ ബോട്ടിൽ എടുത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്കൊരു വശപ്പശക് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ബോട്ടിൽ തുറന്നിട്ട് എനിക്ക് മുഖത്തടിക്കാൻ പേടിയായതുകൊണ്ട് ഞാനത് ബോട്ടിൽ തുറന്ന് പുറത്തേക്ക് സ്പ്രേ ചെയ്തു. പുറത്തേക്ക് സ്പ്രേ ചെയ്തപ്പോൾ ഇതിന് നമ്മുടെ ഈ വെള്ളം നാശമായാലൊക്കെ ഒരു സ്മെല്ല് വരുമല്ലോ, അതുപോലെ ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റും നമുക്ക് ഫ്ലോപ്പായി. അടുത്തത് വന്നിട്ട് ഒരു പ്രൈമായിരുന്നു കേട്ടോ. പ്രൈം എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ചുള്ള ഒരു കുഞ്ഞു ബോട്ടിലുള്ള ഒരു പ്രൈം. അതിൻ്റെ സ്മെല്ല് ഓക്കെയാണ്, പക്ഷേ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ നല്ലെണ്ണ എള്ളെണ്ണ ഒക്കെ ഇല്ലേ, അതേ അതേ കണക്കിനുള്ളൊരു ടെക്സ്ചർ ആയതുകൊണ്ട് നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എണ്ണയൊക്കെ മുഖത്തിട്ടാൽ എങ്ങനെയായിരിക്കും അതുപോലെ ആയിരുന്നു ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതും ഫ്ലോപ്പായി പോയി. അങ്ങനെ നമുക്ക് പ്രൈമും ഇല്ലാണ്ടായി. അടുത്തത് ഐലാഷ് ആയിരുന്നു കേട്ടോ. അത് കൊള്ളായിരുന്നു. പിന്നെ വന്നിട്ട് ഇത് എന്ത് തരം ജെല്ലാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ജെല്ല് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തടവിയപ്പോൾ അത് പച്ചവെള്ളമായിട്ടാണ് മാറിയത്. ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ.
എന്തായാലും എനിക്കിതെന്താന്ന് മനസ്സിലായില്ല. ഞാനിത് കയ്യിൽ വെച്ച് തിരിച്ചു മറിച്ചും ഒക്കെ നോക്കി. പക്ഷെ ഇതെന്താന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ലായിരുന്നു ട്ടോ. കയ്യിൽ വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഉഡായിപ്പാണെന്ന്. പിന്നെ ഇതിൻ്റെ പാക്കേജിങ് കണ്ടോ? കുറേ അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ എല്ലാം പോയിട്ടുണ്ട്. നിറവും എല്ലാം പോയിട്ടുണ്ട്. പിന്നെ അടുത്തത് ബ്രൗൺ പറഞ്ഞിട്ടൊരു ബ്ലഷ്. ഈ ബ്ലഷ് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കി. കയ്യിൽ അപ്ലൈ ചെയ്തപ്പോൾ ഒട്ടും തിക്നെസ് അല്ലായിരുന്നു. ഇതിങ്ങനെ തന്നെയാണോ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് ഓക്കെ അല്ലാന്ന് തോന്നി ട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അതും ഓക്കെ അല്ലാന്ന് വെച്ചിട്ട് 2 ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അതും എടുത്ത് നോക്കി. എനിക്ക് ലിപ്സ്റ്റിക്കിലായിരുന്നു പിന്നെ ആകെ ഉള്ളൊരു പ്രതീക്ഷ വന്നിരുന്നത്. പക്ഷെ പ്രതീക്ഷ പോയിട്ടൊന്നുമില്ല. പക്ഷെ ഇത് ബ്രാൻഡഡ് അല്ലാത്തത് കൊണ്ട് ഇത് ഏത് ബ്രാൻഡഡ് ആണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ അതിന് വല്ലാതെ അങ്ങോട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തില്ല കേട്ടോ. ചുണ്ടിൽ വെച്ചില്ല, കയ്യിൽ വെച്ചിട്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡായിരുന്നു. കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഒരു ബ്രൗണി മെറൂണൊക്കെ ആയിട്ടുള്ള ഒരു കോഫി കളർ. നെക്സ്റ്റ് ഒരു പിങ്കും റെഡൊക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു കളറായിരുന്നു. കുഴപ്പമില്ല, അത് അപ്ലൈ ചെയ്തപ്പോൾ അത്യാവശ്യം കുറച്ച് തിക്നെസ്സിലായിട്ടാണ് വന്നത്. കൂട്ടത്തിൽ മേക്കപ്പ് ബ്ലെൻഡറും അതുപോലെ ഐലാഷ്, ഈ 2 ലിപ്സ്റ്റിക്കാണ് തോന്നുന്നു നല്ലതാണെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ഈ 200 റുപ്പീസിൽ എനിക്ക് ഒട്ടും നല്ലതല്ല എന്ന് തോന്നിയ 10 പ്രൊഡക്റ്റുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം, വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം, അല്ലാത്തവർ വാങ്ങിക്കേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നെക്സ്റ്റ് അൺബോക്സിംഗ് ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.